ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. കൊല്ലത്ത് 13 വയസ്സുകാരിയെ കാണാതായതായി പരാതി. കുന്നിക്കോട് സ്വദേശിയായ പെൺകുട്ടി മിഠായി വാങ്ങാനായി കടയിൽ പോയ ശേഷം മടങ്ങിയെത്തിയില്ല എന്നാണ് പരാതി. രാജ്കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജ്കുമാർ, എപ്പോ മുതലാണ് ഈ കുട്ടിയെ കാണാതായത്? എന്താണ് രക്ഷിതാക്കൾ പറയുന്നത്? ഇത് കൊല്ലം കുന്നിക്കോട് വിളക്കുടി ആവുണീശ്വരത്താണ് ഈ കുട്ടിയുടെ വീട്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കുട്ടി സ്കൂളിൽ പോയി വന്നതിന് ശേഷം വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറി. ആ സമയത്ത് മുത്തശ്ശി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മിഠായി വാങ്ങാമെന്ന് പറഞ്ഞ കുട്ടി കടയിലേക്ക് പോയി വരാമെന്ന് പറഞ്ഞ് മുത്തശ്ശിയെടുത്ത് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയ കുട്ടി മടങ്ങി വന്നില്ല. ഇത് മുത്തശ്ശി കരുതിയത് മുറിക്കുള്ളിൽ പോയി കിടന്നുറങ്ങുകയായിരിക്കുമെന്ന് മുത്തശ്ശി കരുതി. വൈകിട്ട് അമ്മ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് കുട്ടിയെ അന്വേഷിക്കുന്നത്. കുട്ടിയെ കാണാനില്ലെന്നുള്ള വിവരം അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ സമയം മുതൽ രക്ഷിതാക്കൾ, ബന്ധുക്കൾ എല്ലാവരും, നാട്ടുകാരും ചേർന്ന്, ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് അന്വേഷണം ആരംഭിച്ചു. കണ്ടെത്താനായില്ല. പിന്നീട് കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നിക്കോട് പോലീസ് മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. കുന്നിക്കോട് പോലീസ് റെയിൽവേ പോലീസിനും മറ്റും ഇതിൽ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. റെയിൽവേ പോലീസിനെ അറിയിക്കാൻ കാരണം ഒരു ഫോൺ കോൾ വന്നു. ഇങ്ങനൊരു കുട്ടിയെ ഇന്ന സ്ഥലത്ത് കണ്ടതായി ചിലർ പറഞ്ഞു എന്നൊരു മെസ്സേജ് കിട്ടി. ആ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവരവിടെ തന്നെയാണ്. അതേസമയം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ CCTV പ്രവർത്തന സജ്ജമല്ല. അതുകൊണ്ട് തന്നെ കുട്ടി അവിടെ സ്റ്റേഷനിൽ എത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അവിടെ നിന്ന് പോയോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലാണ്. കൊല്ലം ACP, കൊല്ലം സിറ്റി ACPയുടെ നേതൃത്വത്തിൽ പോലീസ് ഇപ്പോൾ സിറ്റി പരിധിയിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.